എന്തായാലും സന്തോഷമായ ഒരു കുടുംബം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലും ഒരു സന്തോഷം നിറഞ്ഞു. അച്ഛനും അമ്മ, ഒരു കുട്ടി നായിക, ഒരു കുട്ടി നായകൻ. അതേപോലെ മിഥുൻ, ഇപ്പോൾ ഏറ്റവും സന്തോഷം മിഥുന്റെ മണിമ്പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്ടറായിരുന്നു രജപുത്ര രഞ്ജിത്ത്, അത് ചിപ്പി ചേച്ചിയുടെ ഹസ്ബൻഡ്. ഇവർ നല്ലൊരു ബാനറിൽ നായകനായിട്ട് മിഥുനും വന്നിരിക്കുകയാണ്. ബ്ലാക്ക് ബട്ടർഫ്ലൈ ആ സിനിമയും ഈ പറഞ്ഞ പോലെ 10:30 AM പോലെ തന്നെ വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റി നല്ലൊരു കഥയാണ് എന്ന് നമ്മുടെ ലാലേട്ടൻ, ഒട്ടുമിക്ക ദിലീപേട്ടൻ, ഒട്ടുമിക്ക എല്ലാവരും നമ്മൾ പ്രൊമോയൊക്കെ ടിവിയിലൂടെ അതുപോലെ തന്നെ പറയുന്നു. മൗത്ത് പബ്ലിസിറ്റി ആണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ കണ്ണ് നിറയിപ്പിക്കുന്ന. അതൊരു പുതിയ നായകനും നായികയും വന്നിട്ട് പുതിയ കുട്ടികളെ വെച്ചിട്ട് നല്ലൊരു കഥ ഉണ്ടാക്കി അതിനുവേണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാരും വരുന്നുണ്ട് തിയേറ്റേഴ്സിൽ. പുതുമുഖങ്ങളുടെ പടത്തിന് ഇത്ര റഷ് ഫസ്റ്റ് കാണുന്നത് ആദ്യമായിട്ട്. നിങ്ങളിപ്പോ ഒരു പുതിയ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ അതേപോലെ ചെയ്യണോന്ന് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമ പറയുകയാണെങ്കിൽ എനിക്ക് വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവി. കാരണം അധികം എക്സ്പെക്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയി കണ്ടതാണ്, എക്സ്പെക്ട് ചെയ്യാതെ പോയി കണ്ടതാ. പക്ഷെ നല്ല കഥ, കാരണം ദിലീപേട്ടൻ അതിന്റെ അർഹിച്ച ഒരു അംഗീകാരം. കാവ്യാണ് വളരെ ഭംഗിയായിട്ട്. എനിക്ക് നിങ്ങൾ ഈ പടം പറയുന്നത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഒരു പക്ഷേ ദിലീപേട്ടനായാലും കാവ്യായാലും വ്യക്തിപരമായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണിത്. നല്ല കഥയുള്ള ഒരു പടമായിരുന്നു. അതിന്റെ പ്രൊഡ്യൂസർ അരുൺ ഘോഷൊക്കെ പറഞ്ഞു നല്ല കഥയായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ ചിലപ്പോൾ അവർക്ക് അതിന്റെ സാമ്പത്തിക ലാഭം കിട്ടിയില്ല എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ പടം പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് പാട്ട് പാടണ്ടേ? ഞങ്ങളെ കൊണ്ട് ഇവരെ കൊണ്ടൊക്കെ ഏത് പാട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ചൂടോടെ ഒരു പാട്ട് പാടിത്തരും. സെല്ലുലോയിഡ് ആ പടം കണ്ടോ? ഇതുവരെ പോയി കാണണ്ടേ എല്ലാ. ഇത്രയും മലയാള സിനിമയ്ക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാനത്തില് മികച്ച ചിത്രം, മികച്ച സംഗീത സംവിധായകൻ, മികച്ച ഗായിക, അതുപോലെ പ്രത്യേക പുരസ്കാരം 2 പേർക്ക്, മികച്ച നടൻ, പിന്നെയുണ്ട് ഒരുപാട് 7 അവാർഡ്സ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിതാര എന്നൊരു ഗായിക പാടിയ 2 വരി പാടി നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ, ഏനുണ്ടോടി ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പുന്നാര പുന്നാര പൂങ്കുയിലേ. അപ്പൊ നമ്മളൊരു പുതിയ പാട്ടൊക്കെ പാടി നമ്മളൊരു ഉഷാറായി. നമ്മള് വീട്ടിലോട്ട് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം പറഞ്ഞു വിടുകയാണ്. വീട്ടിലോട്ട് ചെന്നിട്ടുള്ള പരിപാടികൾ എന്താണ്? നിങ്ങൾ അമ്മയെ സഹായിക്കാറുണ്ടോ? പിന്നെ അല്ല, തിന്നാണ്ടിരിക്കത്തില്ലല്ലോ. അമ്മ ഉണ്ടാക്കി തരുന്ന സാധനം സ്നേഹപൂർവ്വം നിരസിക്കുന്നു തോന്നില്ലല്ലോ, കഴിക്കൂലോ. എങ്ങനെ തല്ലിപിടുത്തത്തിലൊക്കെ രണ്ടുപേരും മുന്നിൽ തന്നെ? എന്ത് തല്ലിപിടുത്തം ഉണ്ടെങ്കിലും അവനൊരു ആപത്ത് വന്നാൽ അല്ലെങ്കിൽ ചേച്ചിക്ക് ഒരു ആപത്ത് വന്നാൽ ചേച്ചിയുടെ മനസ്സൊന്ന് വിഷമിച്ചാൽ മൃദുനോ അത് സഹിക്കത്തില്ല. അതേപോലെ ഒരു സഹോദര സ്നേഹത്തിന്റെ ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? എനിക്ക് ഈ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു മെസ്സേജ് കൊടുക്കാനാണ്. പൊന്നിക്ക് ഒരു പ്രാവശ്യം ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അമ്മ അച്ഛനും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കൂടെ. അവന്റെ തോന്നിയാസം അവൻ ഏതോ ഒരു പടക്കം പൊട്ടിച്ചിട്ട് കൈ ഇത് ഫുള്ള് പോയി. ഈ വിരല് പോയി, ഇത് ഇവിടുന്ന് ഫുള്ള് പോയി. എന്നിട്ട് രാത്രി ഞങ്ങൾ സർജറി അതെ പടക്കം പൊട്ടിച്ചിട്ടോ? അതൊരിക്കലും പൊട്ടിക്കരുത്. ദീപാവലി പല 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 ആഘോഷങ്ങൾ വരാം. പടക്കം പൊട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. ഈ കൊച്ചിന്റെ കൈ പോയിരിക്കുകയാണ്. പിന്നെ കസിൻസ് എല്ലാരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എനിക്ക് അതാണ് മിഥുൻ എന്ന് ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ടച്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ അനിയന് ഫീൽ ചെയ്യേണ്ട കാര്യമല്ലേ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് എന്റെ അച്ഛന്റെ കണ്ണിൽ ഒരു ഡ്രോപ്പ് കണ്ടത് അപ്പോഴാണ്. അത് മാത്രം എനിക്ക് ഫീൽ നിങ്ങൾക്ക് ആഗ്രഹം. അല്ല, അപ്പൊ ഞാൻ നല്ല കുഞ്ഞുങ്ങള്
അച്ഛന്റെ കണ്ണിൽ ആദ്യമായിട്ടൊരു കണ്ണീര് കണ്ടാണ്. ഞാൻ ചോദിച്ചതിന് മറുപടി അല്ല തന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ആലോചിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സാരമില്ല, അടുത്ത എപ്പിസോഡിൽ ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഒരു മറുപടി എനിക്ക് തരണം. ഞാൻ ചോദിച്ചതിന്റെ ചോദ്യം ഇതാണ്, മിഥുന് ചേച്ചി തക്ക സമയത്ത് എന്റെ ചേച്ചി അവൾ ഇങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുമല്ലോ എന്ന് ശരി, പക്ഷെ കണ്ണീരോടെ മനസ്സിൽ ആരോടും പറയാൻ അങ്ങനെ ഇൻസിഡൻസ് ആലോചിക്കാൻ പറ്റുന്നില്ല. അതേപോലെ മൃദുലയ്ക്ക് പറയാനുള്ള ഒരു കാര്യവുമായി ഇവര് അടുത്ത ദിവസം വരും. അതുവരേക്കും മിഥുൻ ആൻഡ് മൃദുല ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ താൽക്കാലികമായിട്ട് ടാറ്റ പറയുകയാണ്. നാളെ ഇതേ സമയം കാണാം. അതുവരേക്കും ടാറ്റ. इतना तुमको प्यार करते हैं कि मेरा लाइफ में ऐसा कभी കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ കുമ്പസാരം കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചാണ് ആൽബി. പക്ഷെ ഇനിയില്ല, ഞാൻ പോവാ. ബൈ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആൽബിയുടെ സ്വഭാവം ഉണ്ടല്ലോ, I just hate it. Bye. It's unbelievable and it's